5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി മറ്റൊരു വിവാദം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യകാരണ സഹിതം അതൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇന്നും ഇന്നലെയുമായി നിരവധി നേതാക്കളുടെ, പ്രത്യേകിച്ച് MP-മാരുടെ, MLA-മാരുടെ, മുൻ മന്ത്രിമാരുടെ, അങ്ങനെ നിരവധി നേതാക്കളുടെ വാഹന പരിശോധന ഗൗരവമായി നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനും കളക്ടറൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാലക്കാട് പെട്ടി വിവാദം വന്നതിന് ശേഷം ഇപ്പോൾ ആരും അങ്ങനെ പെട്ടിയിലൊന്നും പണം കൊണ്ടുപോകാറില്ല. പെട്ടിയിൽ കൊണ്ടുപോകാറില്ല. മാത്രമല്ല അത് കാറിലൊന്നും, അവരവരുടെ നേതാക്കളുടെ കാറിലൊന്നും കൊണ്ടുപോകാറില്ല. അങ്ങനെയാണെങ്കിലും ഏതെങ്കിലും അണികളുടെയോ ബിനാമിയായിട്ട് മറ്റാരുടെ കാറിലൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷേ എന്തായാലും ഇന്ന് രാവിലെയാണോ ഇന്നലെയാണോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് MLA-യുടെയും ഷാഫി പറമ്പിൽ MP-യുടെയും കാർ തടഞ്ഞു നിർത്തി. അത് വലിയ ഷോയായി, വേണ്ട ബഹളമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തോതിൽ ബഹളമുണ്ടാക്കുന്നു. അവസാനം അത് സർവീസിൽ കാണിച്ചു തരാമെന്ന് പറയുന്നു, പാരിതോഷികം തരാമെന്ന് പറയുന്നു. വല്ലാതെ പ്രശ്നമാകുന്നു. വല്ലാതെ പ്രശ്നമായി കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ച് തലങ്ങും വിലങ്ങും ചർച്ച നടക്കുന്നു. സണ്ണി ജോസഫ് പറയുന്നത്, KPC പ്രസിഡന്റ് പറയുന്നത്, രാഹുൽ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രേ പറഞ്ഞോളൂ, രാഹുൽ ആയതുകൊണ്ട് രാഹുൽ അത്രേ പറഞ്ഞോളൂ, ഞങ്ങളായിരുന്നു കുറച്ചുകൂടെ പറയുമായിരുന്നു എന്നുള്ളതാണ്. അതേസമയം രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റ് വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ ഷോൺ ജോർജ്, BJP-യിലേക്ക് വന്നിട്ടുള്ള PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ കാറും തടഞ്ഞു നിർത്തി. ഷോൺ ജോർജിന്റെ കാറിന് പരിശോധിക്കാൻ എന്താണ് പരിശോധിക്കേണ്ടത് ചോദിച്ച് പരിശോധിച്ച് തിരിച്ചു വിട്ടു. ഏതാണ് അവർക്ക് പരിശോധിക്കുന്നവരാണ് തീരുമാനിക്കുന്നത് ഏത് പരിശോധിക്കേണ്ട എന്നുള്ളത്. പരിശോധിച്ച് തിരിച്ചു വിട്ടു. അതുപോലെ തന്നെ K. രാധാകൃഷ്ണൻ MP-യുടെ കാർ തടഞ്ഞു നിർത്തി. MP ആണെന്ന് മനസ്സിലാക്കി അവർ പരിശോധിച്ച് തിരിച്ചു വിട്ടു. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അബ്ദുള്ള കുട്ടിയുടെ കാർ നേരത്തെ പരിശോധിച്ചിട്ടുണ്ട്. ഇതൊരു സ്വാഭാവികമായൊരു പ്രക്രിയയായി തീരാവുന്ന ഒരു കാര്യമാണ്. ഇതിനെ ഇത്രയും വലിയൊരു സംഭവമാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അതേസമയം പാലക്കാട് ചെയ്തത് അങ്ങനെയല്ല. രാത്രി റൂമിൽ പോയി, സ്ത്രീകൾ മാത്രമുള്ള റൂമിൽ പോയി, വനിതാ പോലീസ് ഇല്ലാതെയൊക്കെ പോയി തട്ടിയെന്നൊക്കെ ഉള്ള അത് വേറൊരു തലമാണ്. അല്ലാതെ അതായാൽ പോലും പകല് പോയി പരിശോധിക്കാം. അതിൻ്റെ വേറെ തരത്തിലേക്ക് പാതിരാത്രി പോയി പരിശോധിക്കേണ്ട വിഷയമൊന്നുമില്ല. ഇനി പാതിരാത്രിയാണ് കാർ കൊണ്ടുപോകുന്നത് കണ്ട് CCTV-യിലും കണ്ട് ആരെങ്കിലും വിളിച്ച് അനാമസ് കാൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു പ്രൊസീജിയർ വെച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതിന് പകരം അത് വേറൊരു തരത്തിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നമുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ MLA ആണ്, ഷാഫി പറമ്പിൽ MP-യാണ്. അപ്പോൾ നിങ്ങൾ ഓഫീസർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, കാണിച്ചു തരാം, ഞങ്ങളുടെ ഭരണം വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരിതോഷികം തരാം, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങളോട് കാർ നിർത്താൻ കൈ കാണിച്ച് നിങ്ങൾ കാർ നിർത്തി. അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത് ഏത് പരിശോധിക്കേണ്ടതെന്ന്. അവരപ്പോൾ ഡിക്കി തുറന്നപ്പോൾ ഡിക്കിയിൽ പെട്ടിയിരിക്കുന്നു. അവർ പൊക്കോളാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പെട്ടി പരിശോധിക്കൂ. പെട്ടി തുറക്കുമ്പോൾ നിങ്ങൾ പെട്ടിയിൽ ആ അറ തുറക്കൂ, ഇന്ന സിബ് നിങ്ങൾ മാറ്റൂ, അത് തുറക്കൂ, ഇത് തുറക്കൂ എന്ന് പറഞ്ഞ് പോലീസുകാരന്മാർക്കും പരിശോധിക്കുന്ന ദിവസർക്കും ഡയറക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് സംശയം തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് വരും. ചിലപ്പോൾ അനാണിമസ് കാളായിരിക്കും, ചിലപ്പോൾ റുട്ടീൻ പ്രോസസ്സായിരിക്കും, ചിലപ്പോൾ അവർക്ക് താല്പര്യമുള്ള ആളുകളെ അവർ നോക്കും, താല്പര്യമില്ല. ഇതങ്ങനെയാണ്, അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. താല്പര്യമില്ലാത്തവരെ ചിലപ്പോൾ അവർ കടത്തിവിടും. അവർക്ക് എല്ലാവരിലും അവിശ്വാസം വരില്ല. ചിലപ്പോൾ ചിലരിൽ അവിശ്വാസമായിരിക്കും. ചില കോളുകൾ അവർക്ക് വരും, ഇന്ന ആളുകൾ വണ്ടിയിൽ ഇത് കൊണ്ടുപോകുന്നു എന്ന് സംശയം വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ റാൻഡം ചെക്കിങ് ആയിരിക്കും. ചിലപ്പോൾ 2 പേര് പോയതിന് ശേഷമായിരിക്കും 2 ചെക്ക്. ഇതൊക്കെ അതിൻ്റെ ഒരു പ്രോസസ്സായിട്ട് എടുത്താൽ മതി. അല്ല അതൊന്നും വലിയ സംഭവമാക്കി വാർത്തയാക്കി. നല്ല രസകരമാണ്. അവിടെ നടന്നത് എന്താണ്? നിങ്ങൾ പെട്ടി അവർ തുറക്കുന്നില്ല എന്നപ്പോൾ അവരെ കൊണ്ട് നിർബന്ധം പെട്ടി തുറപ്പിച്ചു. എന്നിട്ട് പിന്നെ പറയുകയാണ് പെട്ടി ഉൾപ്പെടെ എന്തിനാ തുറന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതൊരു ആ പൊളിറ്റിക്സ് കഴിഞ്ഞു കേരളത്തിൽ. ഇനി പെട്ടി പൊളിറ്റിക്സിന് ഒരു സാധ്യതയില്ല. അപ്പോൾ കേരളത്തിൽ കളക്ടർമാരാവട്ടെ, ഇലക്ഷൻ കമ്മീഷനാവട്ടെ ഇത് പരിശോധിക്കും. സ്വാഭാവികമായിട്ട് അവർ പരിശോധിക്കും. അവർക്ക് എവിടെയും കയറി ഈ സമയത്ത് അവർക്ക് പ്രത്യേക അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. കള്ളപ്പണമുണ്ടോ, ആരെങ്കിലും കള്ളനോട്ടടിക്കുന്നുണ്ടോ, വേറെ ബാലറ്റ് പേപ്പർ കൃത്യമായി കൊണ്ടുവച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യം. ഇലക്ഷൻ മെഷീൻ കൃത്യമായിട്ട് EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൃത്യമായി കൊണ്ടുവച്ചിട്ടുണ്ടോ, അടിച്ചു മാറ്റി, ഇത് അവർ നോക്കും. അതിനവരെ സംവിധാനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതവർ നോക്കുമ്പോൾ നമ്മൾ അവരുമായിട്ട് സഹകരിക്കും. ഇപ്പോൾ നമ്മളെ വീട്ടിൽ വന്നു പോലീസ് വന്നിട്ട് എന്തെങ്കിലും കാര്യം നോക്കാം, നിങ്ങൾ ആ മുറി പരിശോധിച്ചോ, ഈ മുറി എല്ലാം പരിശോധിച്ചിട്ട് ഇവിടെ നിന്ന് വിടുകയുള്ളൂ നിങ്ങൾ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. അവർക്ക് വേണമെങ്കിൽ പരിശോധിക്കും, അവർ ചിലപ്പോൾ പരിശോധിക്കില്ല. ചിലപ്പോൾ കൈ കാണിച്ച് നിർത്തിയിട്ട് പൊക്കോളാൻ പറയും. ചിലപ്പോൾ അവർ ഡോർ തട്ടി അകത്തേക്ക് നോക്കിയിട്ട് പൊക്കോളാൻ പറയും. ചിലപ്പോൾ പുറത്തിറങ്ങി നമ്മളോട് 2 ഡയലോഗ് അടിച്ചിട്ട് പൊക്കോളാൻ പറയും. അത് അവരുടെ ഒരു സൗകര്യമാണ്. എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ ഉദ്യോഗസ്ഥർക്ക് വിട്ടുകൊടുക്കുക. അതെങ്ങനെ ചെയ്യണം, നിങ്ങൾ പെട്ടി തുറന്നില്ല, പെട്ടി എടുത്തില്ല, അപ്പോൾ പൊട്ടി പുറത്തെടുക്കുന്നു, പെട്ടി തുറന്നു അതിനകത്തൊന്നും ഇല്ലല്ലോ, കണ്ടോ, അങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു പക്വതയില്ലായ്മയിലേക്ക് പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ MLA ആണിപ്പോൾ. MLA എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെ എല്ലാവരും കൂടെ ജനങ്ങളുടെ MLA ആണ്. അപ്പോൾ താങ്കൾക്ക് വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാരുടെയും അതിൻ്റെ അനുബന്ധ ആളുകളുടെ മാത്രം MLA അല്ല, താങ്കൾ കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാവരുടെയും MLA ആണ്. അപ്പോൾ അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം, കുറെ കൂടി പക്വതയോടുകൂടി സംസാരിക്കണം. കാരണം താങ്കൾക്ക് ഒരുപാട് രാഷ്ട്രീയ ഭാവി ഉള്ളതാണ്. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാം, ഇങ്ങനെ പറഞ്ഞ് താങ്കൾ അവിടെ പോയി, നമ്മുടെ PV അൻവറിൻ്റെ വീട്ടിൽ പോയി, രാത്രി പകലും എപ്പോഴോ താങ്കൾ പോയിട്ട് അത് വലിയ വാർത്തയായി. പാതിരാത്രി ചെന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയായി. അത് ആവശ്യമില്ല. അവസാനം പിന്നെ VD സതീശൻ വരെ താങ്കളെ തള്ളിപ്പറഞ്ഞു. വരികൾക്കിടയിലൂടെ കേട്ടാൽ മനസ്സിലാവും VD സതീശൻ വരെ താങ്കളെ തള്ളിപ്പറഞ്ഞു. K. സുധാകരൻ താങ്കളെ ഉയർത്തി പറഞ്ഞു. അപ്പോൾ ഇതൊന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. താങ്കൾ
വളരെ നന്നായി ജോലി ചെയ്യുന്ന, ഒരുപാട് പണിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. താങ്കളുടെ രാഷ്ട്രീയ ഭാവി കൂടെ നോക്കി വേണം പ്രവർത്തിച്ചു പോകാൻ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം മിണ്ടാതിരിക്കണമെന്നല്ല. കാര്യങ്ങൾ വളരെ പക്വതയോടുകൂടി ഒരു MLA ആണ് താങ്കൾ കിടന്ന് പോലീസുകാരന്മാരുടെ അടുത്ത് വഴക്കുണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, തല്ലുണ്ടാക്കേണ്ട കാര്യമില്ല. MP അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ വാക്കുകളിലൊക്കെ മിതത്വം ആവശ്യമുണ്ട്. വേറെ ഒരു തരത്തിലുള്ള പദവും നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ ഭരണം വരട്ടെ, അല്ലെങ്കിൽ ആ ധ്വനിയൊക്കെ ഉണ്ട് അതിനകത്ത് താങ്കളുടെ വർത്തമാനത്തിൽ. പിന്നെ പാരിതോഷികം തരേണ്ടപ്പോൾ ഞങ്ങൾ തന്നോളാം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ജോലി ചെയ്ത ഉദ്യോഗസ്ഥർക്ക് പണി കൊടുക്കുമെന്നല്ലേ? അത് ശരിയല്ല. അവർ നിർഭയം ജോലി ചെയ്യട്ടെ, അവർക്ക് ആവശ്യമുള്ളത് അവർ പരിശോധിക്കട്ടെ, ആവശ്യമില്ലാത്തത് അവർ പരിശോധിക്കാതിരിക്കേണ്ട. നമ്മളൊരു കാര്യത്തിൽ നിർബന്ധം പിടിക്കേണ്ട. ഈ സഹകരണമാണ് മറ്റ് പാർട്ടിയിലെ നേതാക്കളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഷോൺ ജോർജ് ആയാലും കെ രാധാകൃഷ്ണൻ ആയാലും ആരായാലും ഇതൊക്കെ അവർ സഹകരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൊമ്പുണ്ടോ എന്നൊരു ചോദ്യം സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വരും. അതിനൊരു അവസരം ഉണ്ടാക്കാതിരിക്കുക. കുറെ കൂടി പക്വതയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുക.